പാലക്കാട് മാരായമംഗലം GHSലെ സ്ട്രീം ആൻഡ് റിഗറിംഗ് ലാബുകൾ ഉദ്ഘാടനം ചെയ്തു. പി മമ്മിക്കുട്ടി MLA ആണ് ലാബുകൾ വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ ശാസ്ത്ര പ്രദർശനമാണ് സ്കൂളുകളിൽ ഒരുക്കിയത്. ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ ജനകീയവൽക്കരണത്തിലെ സുപ്രധാന നാഴികക്കല്ലായ GHSS മാരായമംഗലം പുതിയ സ്ട്രീം ടിങ്കറിംഗ് ലാബുകൾ വിദ്യാർത്ഥികൾക്ക് തുറന്നുകൊടുത്തു. സർവശിക്ഷ കേരള പദ്ധതിയുടെ സംഭാവനയായ ആധുനിക ലാബുകൾ പി മമ്മിക്കുട്ടി MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വികസിപ്പിച്ചെടുത്ത 100-ലധികം ശാസ്ത്ര പരീക്ഷണങ്ങളുടെ ശ്രദ്ധേയമായ പ്രദർശനത്തോടെയാണ് ലാബുകൾക്ക് തുടക്കമായത്. ലോ ഓഫ് മോഷൻ ആണ് ഇനേർഷ്യ. ഒരു ബോഡി മൂവിങ്ങിലോ അല്ലെങ്കിൽ റെസ്റ്റിങ്ങിലോ ആണെങ്കിൽ ആ സ്റ്റേറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇത് പോയിട്ട് ബസ് ബ്രേക്ക് പിടിച്ചു, ഇപ്പോൾ അങ്ങനെ ഫാൾ ചെയ്യാനുള്ള ഇതുണ്ടാവും. അതിന് കാരണമായിട്ടുള്ളതാണ് ഇത്. കുറച്ച് ഫോഴ്സ് കൊടുക്കുമ്പോ അത് ഈ കയറ്റം കയറില്ല. നമ്മൾ നല്ല ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ കയറ്റം കയറും. അതിന് കാരണം നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇത് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി കൂടിയിട്ട് ഈ കയറ്റം കയറും. കയറ്റം കയറി കഴിഞ്ഞാൽ അവിടെ കൈനറ്റിക് എനർജി പിന്നുണ്ടാവും. കൈനറ്റിക് എനർജി ഉണ്ടായി കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ ഇല്ലെങ്കിൽ ഈ കാറ് തെറിച്ചു പോകും. ഇതുള്ളതുകൊണ്ട് എന്താ പറയാ, ഈ കാറ് ഇവിടെ വെക്കും. വിദ്യാർത്ഥികൾക്ക് ആകർഷണമായ പരീക്ഷണോപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും അവരെ പ്രാപ്തരാക്കുകയാണ് ലബോറട്ടറികളുടെ ലക്ഷ്യമെന്ന് ഹെഡ്മാസ്റ്റർ KC മുരളീധരൻ പറഞ്ഞു. ഈ രണ്ട് ലാബുകളും എങ്ങനെ നമ്മുടെ സിലബസുമായി ബന്ധിപ്പിച്ച് കുട്ടികൾക്ക് അനായാസമായിട്ട് ശാസ്ത്രപഠനം നടത്താമെന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇന്നത്തെ ഈ പ്രദർശനത്തിലൂടെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഭാവിയിലും ഇതേ ഉപകരണങ്ങളൊക്കെ നമുക്ക് ഭാവിയിലും നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഈ വിദ്യാലയത്തിൽ ഉണ്ടാകും. മാത്രമല്ല, ഇതിനെ മാതൃകയാക്കിയിട്ട് മറ്റ് വിദ്യാലയങ്ങൾക്കും ഇതുപോലെയുള്ള ലാബുകളും പരീക്ഷണ സാമഗ്രികളും നിർമ്മിക്കാനുള്ള ഒരു പ്രേരണയുമാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പ്രദർശനം കാണാൻ പാലക്കാട് ജില്ലയ്ക്ക് പുറമെ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളും എത്തിയിരുന്നു. കൈരളി ന്യൂസ്, പാലക്കാട്.